നമസ്കാരം. NainaCreationsൽ ഇന്ന് ഒരു മധുരമുള്ള പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് കടലമാവ്, 1/2 ഗ്ലാസ് പഞ്ചസാര, 1/4 ഗ്ലാസ് പാല്, കുറച്ച് നെയ്യ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ റവ, ഇത്രയാണ് ആവശ്യമുള്ളത്. പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി വേണം. ഇത് തിളപ്പിച്ചെടുക്കണം. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1 ഗ്ലാസ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇതാ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടലമാവ് ചേർത്തിട്ട് ഒന്ന് നെയ്യും കടലമാവും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കടലമാവ് നനഞ്ഞ് കിട്ടുന്ന അത്രയ്ക്ക് നെയ്യാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 3 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്തത്. ഇനി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ റവ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ നെയ്യ് കുറവാണ്, അപ്പോൾ കുറച്ചും കൂടി 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. ഈ കടലമാവും റവയും കൂടി ഒന്ന് നനഞ്ഞ് കിട്ടുന്ന അത്രയ്ക്കും നെയ്യ് ആവശ്യമുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ നെയ്യ്, ഇപ്പോൾ 3, അതിന് ശേഷം 1, ഇപ്പോൾ 1, അങ്ങനെ 5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. തീ ഒട്ടും കൂടി പോവരുത്, ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് നന്നായി തീ കുറച്ച് വയ്ക്കണം. ഇപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി ഇത് മൂത്ത മണം വരുന്ന വരെ ഇളക്കി കൊടുക്കാം. ഈ കടലമാവും റവയും നെയ്യും കൂടി ഇങ്ങനെ കുറച്ച് സമയം 3-4 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് കടലമാവിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി ഇതിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള നെയ്യ് ഇങ്ങനെ കുറച്ച് തെളിഞ്ഞ് വരാൻ തുടങ്ങും, നല്ല ലൂസായി വരും. ഇപ്പോൾ ഇതൊരു കട്ട പിടിച്ച പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് ലൂസായി കിട്ടും. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്തോളൂ. കമൻസ് എല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നെയ്യൊക്കെ നന്നായിട്ട് പുറത്ത് കിനിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ലൂസായിട്ട് വരും മാവ്. അപ്പോൾ അതിന് ശേഷം ഇത് നന്നായിട്ട് ഗോൾഡൻ കളർ ആവണ വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചിട്ടുള്ള നെയ്യൊക്കെ ഒരുവിധം കിനിഞ്ഞ് വന്നു തുടങ്ങി. ഈ നെയ്യ് നന്നായിട്ട് പുറത്ത് വന്നതിന് ശേഷം ഈ മാവ് കളറൊക്കെ ഒന്ന് മാറി നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പാല് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു പലഹാരമാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. തീ ഒട്ടും കൂടി പോവരുത്, കരിഞ്ഞു പോവാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് അവസാനത്തെ പാലും ഒഴിച്ചു കൊടുത്തു. ഇനി ഈ പാലൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ കടലമാവ് എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ്, ആ സെയിം അളവിലുള്ള ഗ്ലാസ്സിൽ തന്നെയാണ് പാലും പഞ്ചസാരയും വെള്ളവും ഒക്കെ എടുത്തിട്ടുള്ളത്. ഇനി ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് ഈ മാവുമായിട്ടൊന്ന് മിക്സായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളത്, തിളച്ച വെള്ളമാണ്, അത് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് കൂടുതൽ ആവശ്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ ചേർത്ത് കൊടുത്ത 3 ടേബിൾ സ്പൂണ് നെയ്യ് മാത്രം ചേർത്തിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പാലൊക്കെ കുറച്ച് സമയം മുമ്പ് തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതാ തിളപ്പിച്ച വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒഴിച്ച വെള്ളം നന്നായി ഇളക്കി യോജിപ്പിച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് വീണ്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഈ 1 ഗ്ലാസ് വെള്ളം മുഴുവനും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കായും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ കൂട്ട് അധികം ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇതൊരു ജാമിൻ്റെ ഒക്കെ അത്രയ്ക്കും ലൂസിൽ ഇരിക്കണം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നെയ്യിൽ മൂപ്പിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. നെയ്യിൽ മൂപ്പിക്കാണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി ഒരു 8 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറവ് ചേർത്താലും മതി. ഇവിടെ കുട്ടികളൊക്കെ കഴിക്കണ കാരണം കൊണ്ട് നെയ്യ് ഇത്തിരി അധികമായാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കൂടുതൽ നെയ്യ് ചേർത്തത്. ഇപ്പോൾ ഇതാ നല്ല സൂപ്പറായിട്ടുള്ള ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.